നാട്ടുകാരുടെ വിചാരം തരോ ഞാൻ വലിയ എന്തോ യുവറാണിയാണെന്നാ. കാരണം എന്താ, ഒറ്റ മോളാണേ, മതിയല്ലോ. നിങ്ങളെന്താ വിചാരിച്ചിട്ടില്ലേ ഒറ്റ കുട്ടി എന്ന് പറഞ്ഞാൽ ഒരു കുട്ടീന്നാ? അല്ല. എന്താ അതിന്റെ ശരിക്കുള്ള അർത്ഥം അറിയോ? ഒറ്റയ്ക്കായ കുട്ടി. എപ്പോഴും എന്നും ആ കുട്ടി ഒറ്റയ്ക്കായിരുന്നു. ആൻഡ് ഓൾസോ വി ഹാവ് അവർ ഓൺ പ്രിവിലേജസ്. ലൈക്ക് ഇപ്പോൾ എന്തുണ്ടെന്നുണ്ടെങ്കിലും അത് നമുക്ക് മൊത്തമായിട്ട് കഴിക്കാം. ഇതിൽ പകുതി ഞാൻ എടുക്കും, ഇത് എനിക്ക് വേണം, ഇങ്ങനെയൊന്നും പറയാൻ നമുക്ക് ആരുമില്ല. മൈ ചിപ്സ് മൈ റൂൾസ്. അത് മാത്രമല്ല, ഇപ്പോൾ ടി വി റിമോട്ടിന് വേണ്ടി ഒരു വേൾഡ് വാർ ഉണ്ടാക്കേണ്ട ആവശ്യം നമുക്കില്ല. എന്ത് കാണണം തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാണ്. ഒരു തെണ്ടി വിട്ട പഴയ സാധനങ്ങൾ ഇടേണ്ട ആവശ്യം നമുക്കില്ല. വി ഹാവ് അവർ ഓൺ ബ്രാൻഡ് ന്യൂ ക്ലോത്ത്സ്. നമ്മൾ എന്ത് പറഞ്ഞാലും ഒന്നവിടെ കിടന്ന് വാശി പിടിച്ച്, ഒന്ന് കരഞ്ഞ്, ഒന്നവിടെ കിടന്ന് ഇഴഞ്ഞാൽ അത് നമുക്ക് കിട്ടും. ഒരു സോദരൻ പോയിട്ട് പൊട്ടിച്ചാലോ കേടുവന്നാലോ ഇത് അവളാ ചെയ്ത, ഇത് അവനാ ചെയ്തെന്ന് പറയാൻ പറ്റില്ല. കാരണം അവർക്കറിയാം നമ്മൾ തന്നെയാ ചെയ്തിട്ടുണ്ടാവാൻ. ഒരു 100 CBIയുടെ ക്വസ്റ്റ്യൻ കേൾക്കണം. എവിടേക്കാ, എങ്ങട്ടാ, ആരാ വരിക. നിങ്ങളിങ്ങനെ പറയണ്ടല്ലോ നമ്മൾ ഭയങ്കര സ്നേഹമാണ്. ഈ സ്നേഹം വേറെ രീതിക്ക് വരുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. അതെങ്ങനെയാണെന്നറിയോ? നമ്മൾ ഏത് നേരം ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് പിടിച്ച് നിൽക്കും. 2-3 എന്തുണ്ടെങ്കിൽ കുറച്ചു നേരം അവറ്റങ്ങളൊക്കെ പിന്നാലെ പോയത്. ഇത് ഒറ്റ ആളല്ലേ ഉള്ളൂ. നിങ്ങൾ കുറച്ച് സ്വത്തൊക്കെ ഒറ്റക്കുട്ടിയാണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് പോയിന്റ്സ് ഉണ്ട്. കാരണം നിങ്ങൾക്ക് സ്വത്തൊക്കെ ഒറ്റയ്ക്ക് എടുക്കാമല്ലോ. എനിക്ക് പിന്നെ സ്വത്തായിട്ടുള്ളത് ആകെ ഡയബറ്റീസും ശ്വാസം മുട്ടും മൂലക്കുരും ഒക്കെ ആയതുകൊണ്ട് അത് ഞാൻ തന്നെ അത് എനിക്ക് തന്നെ കിട്ടും. പണ്ടൊക്കെ ഞാൻ എങ്ങനെയാണെന്നറിയോ, എനിക്ക് എന്ത് സുഖ, അടി ഉണ്ടാക്കാൻ ആരും ഇല്ല, എൻ്റെ കിച്ചൺ സെറ്റോ ബിൽഡിംഗ് ബ്ലോക്സ് എടുക്കാൻ ആരും വരില്ല, എനിക്ക് എന്ത് ചെയ്യാണെന്നുണ്ടെങ്കിലും എൻ്റെ ടോയ്സ്, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ ഒരു ടൈം കഴിഞ്ഞ് നമ്മൾ ഈ ഒരു നമ്മളെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ സിസ്റ്റേഴ്സിൻ്റെയും അവരുടെ ബ്രദേഴ്സിൻ്റെ ഒക്കെ ഒരു ബോണ്ടൊക്കെ കണ്ടപ്പോൾ ഉണ്ടല്ലോ, അപ്പോഴാണ് ശരിക്കും നമുക്ക് മനസ്സിലായത് നമുക്ക് ആരുമില്ല. അവർ നമ്മളോട് വന്നിട്ട് ചോദിക്കും, നിനക്ക് എന്തുണ്ടെങ്കിലും ഞങ്ങളോട് ഷെയർ ചെയ്തൂടെ, ഞങ്ങൾ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ്. എന്നിട്ട് അതും വിചാരിച്ച് നമ്മൾ എന്തെങ്കിലും പോയി പറഞ്ഞാണ്ടല്ലോ തനി അച്ഛൻ്റെ അമ്മേൻ്റെ സ്വഭാവം കാണിക്കും. ഈ ഒറ്റ കുട്ടികളുണ്ടല്ലോ തോൽപ്പിക്കാൻ കഴിയില്ല. കാരണം നമ്മൾ ഒറ്റയ്ക്ക് പടത്തിന് പോകാറുണ്ട്, ഒറ്റയ്ക്ക് ഫുഡ് കഴിക്കാൻ പോകാറുണ്ട്, എവിടെ വേണമെങ്കിലും ഒറ്റയ്ക്ക് സ്പെൻഡ് ചെയ്യാൻ എനിക്ക് പറ്റും. ആരില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. അതാണ് വായടയ്ക്കാതെ ഇടാൻ പറ്റുള്ളൂ. ഇതെന്ത് എന്നാ തൊപ്പുണ്ടാക്കുന്നത്. അപ്പോൾ ഇതെൻ്റെ എല്ലാ ഒറ്റക്കുട്ടികളായിട്ടുള്ള എല്ലാ ഒറ്റക്കുട്ടികൾക്കും വേണ്ടിയിട്ടുള്ളതാണ്. ലൈക്ക് വി ആർ സ്ട്രോങ്, വി ആർ പവർഫുൾ. നമുക്കൊരു തെണ്ടികളും വേണ്ട. ജനിച്ചപ്പോൾ പോലും നമുക്ക് ആരുമില്ല, ജനിച്ചതിന് ശേഷവും നമുക്ക് ആരുമില്ല. പിന്നെ ഇവിടുന്ന് അങ്ങോട്ടാണെന്നുണ്ടെങ്കിലും ലൈക്ക് വി ആർ സ്ട്രോങ്. ബട്ട് ദ തിങ് ഈസ്, ഈ ഒറ്റക്കുട്ടികൾ എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും, നമ്മൾ ഭയങ്കര സംഭവമാണ്, വീട്ടുകാർക്കൊക്കെ നമ്മുടെ അടുത്ത് ഭയങ്കര സ്നേഹം, നമ്മുടെ അടുത്ത് എല്ലാവർക്കും ഭയങ്കര സ്നേഹമാണ്, സെറ്റാണെന്നൊക്കെ. പക്ഷെ ദ റിയൽ സിറ്റുവേഷൻ എന്താണെന്നുള്ള കാര്യം അത് നമുക്കേ അറിയുള്ളൂ. അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. എല്ലാവരും വിചാരിച്ചോട്ടെ നമ്മൾ വീട്ടിലെ പെറ്റാണ്, നമ്മളായിട്ട് ഇതിന് മാറ്റം പോകുന്നേ.